രാവിലത്തെ പോലെയല്ല. ഉത്സവത്തിന് ഒരുങ്ങി നിൽക്കുന്ന കൽപ്പാത്തിക്ക് വൈകുന്നേരം വേറൊരു അനുഭൂതിയാണ്. കലാസാംസ്കാരിക പരിപാടികളും വേദപാരായണവും മേളവും ദേവരഥ എഴുന്നള്ളത്തും ഒക്കെയായി 10 ദിവസങ്ങളിലായിട്ടാണ് എല്ലാ വർഷവും നവംബർ മാസത്തിൽ രഥോത്സവം നടക്കുന്നത്. ഉത്സവത്തിന്റെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഭാഗം മനോഹരമായി അലങ്കരിച്ച ഭീമാകരമായ രഥങ്ങളുടെ മഹത്തായ ഘോഷയാത്രയാണ്. കൽപ്പാത്തി രഥോത്സവം ഒരു മതാചാരം മാത്രമല്ല, പാലക്കാടിന്റെ സംസ്കാരവും ഐക്യവും പ്രതിഫലിപ്പിക്കുന്ന ഒരു ആത്മീയ ഉത്സവമാണ്. ഹര ഹര മഹാദേവ് എന്ന മുഴക്കത്തോടെ മുന്നേറുന്ന രഥങ്ങൾ ഭക്തിയുടെയും പാരമ്പര്യത്തിന്റെയും രഥയാത്രയാണ്. ഇന്നലെ 5ാം തിരുനാളായിരുന്നു. അതായത് ഉത്സവം തുടങ്ങി 5ാമത്തെ ദിവസം. പ്രധാന രഥോത്സവത്തിന് മുന്നോടിയായി അർദ്ധരാത്രിയോടടുത്ത് ചെറിയ രഥങ്ങളുടെ വർണ്ണാഭമായ ഘോഷയാത്ര നടക്കുന്നു. ഇത് പ്രധാന രഥങ്ങളുടെ പ്രയാണത്തിനുള്ളൊരു അറിയിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഈ അതുല്യമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ധാരാളം ഭക്തജനങ്ങൾ ഒത്തുകൂടാറുണ്ട്. വേദമന്ത്രങ്ങളും ഭക്തിഗീതങ്ങളും മേളവും കൊണ്ട് ഗ്രാമം മുഴുവൻ ഭക്തിയുടെ അന്തരീക്ഷത്തിൽ മുഴുകുന്നു. 2025 രഥോത്സവത്തിന് കൽപ്പാത്തി മുഴുവൻ ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളോ? എല്ലാവർക്കും കൽപ്പാത്തി രഥോത്സവത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വരൂ, ഈ ഭക്തിയും സന്തോഷവും നിറഞ്ഞ ഉത്സവം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം.